പൊതുഗതാഗത സംവിധാനം തകർന്നതാണ് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ തോത് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് മുൻ ഗതാഗത കമ്മീഷണർ ഋഷിരാജ് സിംഗ്. നേരത്തെ കർശനമാക്കിയ ഗതാഗത നിയമം ഇപ്പോൾ കാര്യക്ഷമമല്ലെന്ന് പറഞ്ഞ അദ്ദേഹം ജനങ്ങളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. ഗതാഗത കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറി വൈദ്യുതി വകുപ്പിന്റെ കീഴിൽ ചീഫ് വിജിലൻസ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുമ്പോഴും ഗതാഗത നിയമത്തിൽ അവബോധമുണ്ടാക്കാൻ ഇന്നും ഋഷിരാജ് സിംഗ് തന്നെ വേണം. ഈ കാര്യത്തിൽ എല്ലാവരും വിദഗ്ധന്മാരും നിപുണന്മാരുമായ കാലത്ത് നിയമം പാലിക്കുന്നവർ ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. കാലപരിധി അതിക്രമിച്ചിട്ടും പഴയ വാഹനങ്ങൾ മാറ്റാൻ വലിയൊരു വിഭാഗം തയ്യാറാകുന്നില്ല. പൊതുഗതാഗത സംവിധാനം തകർന്നതാണ് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ തോത് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമെന്നും മുൻ ഗതാഗത കമ്മീഷണർ പറഞ്ഞു. 3 കോടി ആളുകൾക്ക് ആകെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കിട്ടിയത് 5000 KSRTC ബസ്സുകൾ മാത്രം. ഗതാഗത സംവിധാനം മികച്ചതാകണമെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഋഷിരാജ് സിംഗ് നിലവിലെ ഗതാഗത നിയമ സംവിധാനത്തിലുള്ള വിമർശനത്തിലൂടെയാണ് അത് വ്യക്തമാക്കിയത്. ഹെൽമെറ്റിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നിർബന്ധമാക്കിയപ്പോൾ എല്ലാ ആളുകളും വെച്ചിരുന്നു. പക്ഷെ നിങ്ങൾ വെച്ചത് ചിലപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ വേറെ ഒരു സെക്ഷൻ കൂടെ ചേർത്തിട്ട് ആ കമ്മീഷണർ ചിലപ്പോൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ആ പേടി കൊണ്ടായിരിക്കും എല്ലാ ആളുകളും ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പേടി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ തന്നെന്നാന്ന് വിചാരിക്കണം. ഇപ്പൊ ഞങ്ങളൊക്കെ എല്ലാം അവിടുന്ന് മാറി. ഇപ്പോൾ ആളുകൾ വീണ്ടും അത് ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുകയാണ്. അപകടത്തിന്റെ ആഘാതത്തിനപ്പുറം നിലത്ത് കിടന്ന് ചോര വാർന്നാണ് മിക്ക മരണങ്ങളും സംഭവിക്കുന്നതെന്ന ഓർമ്മപ്പെടുത്തലോടെയായിരുന്നു ഋഷിരാജ് സിംഗ് ബോധവൽക്കരണ പരിപാടി അവസാനിപ്പിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.